സംസ്ഥാന സർക്കാരിനെതിരായ വാർത്തകൾ ഫേസ്ബുക്കിൽ നിന്നും പിൻവലിക്കപ്പെടുന്ന കാര്യത്തിൽ സർക്കാരിന് യാതൊരു അറിവുമില്ലെന്നാണ് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് മുഴുവൻ മെറ്റ റിലീസ് ചെയ്ത് പറഞ്ഞത് നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക, നിങ്ങളൊന്ന് ആലോചിച്ചു. അല്ലാതെ ഞാനോ എന്റെ ഓഫീസോ പറഞ്ഞിട്ട് മെറ്റ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓൺലൈൻ ചാനലിൽ കൊടുക്കുന്ന സാധനം റിമൂവ് ചെയ്യോ? ആ സ്വാധീനം എനിക്ക് മെറ്റയിലുണ്ടോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യോ? മെറ്റ ചെയ്യോ? എനിക്കൊന്നും അറിയില്ലേ, ഞാൻ ആരോടും വാർത്ത പിൻവലിക്കാൻ പറഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞ് മുഖ്യമന്ത്രി എളുപ്പത്തിൽ കൈയൊഴിഞ്ഞു. അങ്ങനെ കൈയൊഴിഞ്ഞു പോകാൻ വി ഡി സതീശന് സാധിക്കുമോ? മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനും ചില വിവരങ്ങൾ അറിയിക്കാനും. എന്റെ ഓഫീസിലെ ഒരാൾ ഞങ്ങളെ ഓഫീസിൽ പറഞ്ഞ മെറ്റ നിങ്ങളുടെയൊക്കെ റിമൂവ് ചെയ്യണം. അത് എന്താണ് മെറ്റയുടെ എന്തെങ്കിലും പോളിസിയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചാണോ എന്താണെന്ന് വ്യക്തമല്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഏതാണ്ട് 20-ലധികം വാർത്തകൾ റിപ്പോർട്ടർ ടിവിയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നും മെറ്റ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ IT റൂൾ പ്രകാരം ലഭിച്ചിരിക്കുന്ന ഒഫീഷ്യൽ ലീഗൽ റിക്വസ്റ്റിനെ തുടർന്നാണ് വാർത്തകൾ പിൻവലിച്ചത് എന്ന് മെറ്റ റിപ്പോർട്ടറിന് നൽകിയ നോട്ടിഫിക്കേഷനിൽ വ്യക്തമാക്കിയതാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണാം. ഇവിടെ ഒരൊറ്റ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ: ആരുടെ ലീഗൽ റിക്വസ്റ്റ്? റിപ്പോർട്ടർ ടിവിയുടെ സോഷ്യൽ മീഡിയ ടീം ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് മെറ്റയ്ക്ക് വിശദമായ മെയിൽ അയച്ചിരുന്നു. ഇന്ത്യയിലെ മെറ്റ പ്രതിനിധി അതിന് മറുപടിയും നൽകി. സ്ക്രീൻഷോട്ട് കാണാം. നിലവിലെ സ്ഥിതിയിൽ ആരുടെ ലീഗൽ റിക്വസ്റ്റ് എന്നത് വെളിപ്പെടുത്താനാവില്ല എന്ന് മെറ്റ അറിയിച്ചെങ്കിലും അതിനോടൊപ്പം മെറ്റ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ആർക്കെല്ലാമാണ് മെറ്റയ്ക്ക് ലീഗൽ റിക്വസ്റ്റ് അയക്കാനാവുക? വെൻ ഫേസ്ബുക്ക് റെസ്ട്രിക്ട്സ് എ പോസ്റ്റ് ലോക്കലി ഡ്യൂ ടു എ ഗവൺമെന്റ് ഓർ ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്റ്റീവ് അണ്ടർ ഇന്ത്യാസ് ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ്, it signifies that Meta has received a legitimate legal order from a governmental body or court to limit access to that specific content within that area. ഒന്നുകിൽ ഒരു ഗവൺമെന്റൽ ബോഡി അല്ലെങ്കിൽ കോടതി, ഇവർക്ക് മാത്രമേ ലീഗൽ റിക്വസ്റ്റ് അയക്കാനാവൂ എന്ന് മെറ്റ റിപ്പോർട്ടർ ടിവിക്ക് നൽകിയ മറുപടിയിൽ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ മെറ്റയുടെ ഗ്രീവൻസ് ഗൈഡ് ലൈനുകളിലും ഇക്കാര്യം വ്യക്തമാണ്. അപ്പോൾ ഇനി ഒരൊറ്റ സംശയമേ ബാക്കിയുള്ളൂ: ഏത് സർക്കാർ? കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ? റിപ്പോർട്ടർ ടിവിയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നും റിമൂവ് ചെയ്യപ്പെട്ട 20-ലധികം വാർത്തകളും വി ഡി സതീശനുമായി ബന്ധപ്പെട്ടതാണ്. അതിലേറ്റവും ആദ്യം റിമൂവ് ചെയ്യപ്പെട്ട വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അടക്കം 3 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്ത. തൊട്ടു പിന്നാലെ ഡിലീറ്റ് ആയതോ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകൾ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വിമർശനം. ഇതിന് പിന്നാലെയോ റിപ്പോർട്ടർ വാർത്ത നീക്കം ചെയ്ത സംഭവത്തിൽ CPM നേതാവ് P. ജയരാജൻ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശം. അതിനുശേഷം മത്സ്യത്തൊഴിലാളിയെ കാണാതായ സംഭവത്തിൽ സർക്കാർ വീഴ്ചയെ വിമർശിച്ചുകൊണ്ടുള്ള CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന. തുടർന്നിങ്ങോട്ട് വാർത്താവിലക്കിനെതിരെ റിപ്പോർട്ടർ TV പ്രസിദ്ധീകരിച്ച മിക്കവാറും വാർത്തകളുടെയും കാർഡുകൾ മെറ്റ റിമൂവ് ചെയ്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രസ്താവനയടക്കം. ഏറ്റവും ഒടുവിൽ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് റിപ്പോർട്ടർ TV നടത്തിയ ഡിബേറ്റിന്റെ ടൈറ്റിൽ കാർഡ് ഈ കാർഡും നീക്കുമോ എന്നതായിരുന്നു. വെറും 40 മിനിറ്റിനുള്ളിൽ ആ കാർഡും മെറ്റ നീക്കി. ഇവിടെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നതോ ഓഡിറ്റ് ചെയ്യുന്നതോ ആയ വാർത്തകളെല്ലാം പിൻവലിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന സംശയമാണ് വി ഡി സതീശനുള്ളതെങ്കിൽ അത് കുറെ കൂടി ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നമാണ്. കേരളത്തിലെ UDF സർക്കാരിന് പോറലേൽക്കാതിരിക്കാനുള്ള സംരക്ഷണ കവചം കേന്ദ്രം ഒരുക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വി ഡി സതീശൻ മറുപടി പറയേണ്ടി വരും. അല്ലാത്തപക്ഷം സംസ്ഥാന സർക്കാരിന് യാതൊരു അറിവുമില്ല എന്ന് പറഞ്ഞ് കൈമലർത്താൻ വി ഡി സതീശനാവില്ല. ഞാനൊരു ഭയങ്കര സംഭവം എനിക്ക് തോന്നുന്നത് വാർത്തയൊക്കെ വായിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ റിലീസ് ഓർഡർ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞ വെറുമൊരു സംസ്ഥാന മുഖ്യമന്ത്രിയായ ഞാൻ വിചാരിച്ചാൽ മെറ്റ വാർത്ത പിൻവലിക്കുമോ? അത്ര വലിയ ആളാണോ ഞാൻ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന മുഖ്യമന്ത്രി ഇതേ പത്രസമ്മേളനത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മുമ്പ് പ്രതിപക്ഷ നേതാവായിരിക്കെ താൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖം പോലീസിനെ ഉപയോഗിച്ച് അന്നത്തെ പിണറായി സർക്കാർ പിൻവലിച്ചിരുന്നു എന്നും അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടാണ് ആ വീഡിയോ അഭിമുഖം പുനഃസ്ഥാപിച്ചത് എന്നും. അല്ല, പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ മനോരമ ന്യൂസിലെ കൊടുത്ത ഒരു പോസ്റ്റ് പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അന്ന് റിമൂവ് ചെയ്തത്. പോലീസ് ഞാൻ പരാതി കൊടുത്തില്ലേ? ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി കൊടുക്കൂലേ? പരാതി കൊടുക്കും. എന്നിട്ട് അവരത് പുനഃസ്ഥാപിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഫേസ്ബുക്കിൽ നിന്ന് പോസ്റ്റുകൾ പിൻവലിക്കാനാകുമെന്നത് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. അന്ന് വി ഡി സതീശന്റെ അഭിമുഖം പുനഃസ്ഥാപിക്കാൻ മെറ്റയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ ഖേൽക്കർ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയാണ് എന്നതും ഒരു വസ്തുതയാണ്. മെറ്റയിൽ ഒരു സ്വാധീനവുമില്ല എന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഇവിടെ അത്ര തൃപ്തികരമല്ല. മുഖ്യമന്ത്രിയുടെ മറ്റൊരു കണ്ടെത്തൽ പ്രധാനമന്ത്രിയോട് മാപ്പ് പറഞ്ഞതിന് ശേഷമുള്ള മെറ്റയുടെ അൽഗോരിതം മാറ്റങ്ങളാകാം കാരണം എന്നതാണ്. മെറ്റയുടെ പോളിസി ചേഞ്ച്, മെറ്റ പ്രധാനമന്ത്രിയോട് മാപ്പ് പറഞ്ഞുള്ള വാർത്ത നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇത് ത്രൂ ഔട്ട് ഇന്ത്യയിലുണ്ട്. കേരള സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെ തെരഞ്ഞുപിടിച്ച് പിൻവലിക്കുന്ന ആ അൽഗോരിതം അത്ര നിഷ്കളങ്ക അൽഗോരിതം അല്ല എന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ നാട്ടിലെ സാധാരണക്കാർക്കുണ്ട്.
കേരളത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൽ മുമ്പൊന്നും നടന്നിട്ടില്ലാത്ത സെൻസർഷിപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാരിന് നേരെ ഇത്രയും സംശയങ്ങൾ ഉയരുമ്പോൾ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ് കൈയൊഴിയാൻ ഒരിക്കലും മുഖ്യമന്ത്രിക്കാവില്ല. ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്.